സംസ്ഥാനത്ത് 4 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. 4 ദിവസത്തിനകം സംസ്ഥാനത്ത് കാലവർഷമെത്തും. തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവും കോഴിക്കോട് നിന്ന് T നന്ദഗോപാലും ചേരുന്നു. ആദ്യം സാജുവിലേക്ക്. സാജു, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സംസ്ഥാനത്ത് ധന്യ വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുള്ളത്. അത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 204.4 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ്, എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നിങ്ങനെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് അലേർട്ടുണ്ട്. അവിടെ തീവ്രമഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. തീവ്രമഴ എന്ന് പറഞ്ഞാൽ 115.6 മില്ലിമീറ്റർ മഴ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇവിടങ്ങളിൽ ലഭിക്കുമെന്നാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്നതിന് മുന്നോടിയായുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിലും അതുപോലെ ലക്ഷദ്വീപിന്റെ ചില ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമായി കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിലും അടുത്ത 5 ദിവസങ്ങളിൽ കൂടി സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള മഴ മുന്നറിയിപ്പുകൾ പല ജില്ലകളിലായി നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ധന്യ. ശരി സാജു. നന്ദഗോപാൽ കൂടി ചേരുന്നു. നന്ദഗോപാൽ, വടക്കൻ ജില്ലകളിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ് ശമനമില്ലാതെ പലയിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നു. നാശനഷ്ടങ്ങളും കൂടി വരികയാണ്. എവിടെയൊക്കെയാണ് കൂടുതലായി ബാധിച്ചത്? വിവരം. കോഴിക്കോട് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ജില്ലയിലൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് ഉച്ചയോട് കൂടി മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ചില നാശനഷ്ടങ്ങൾ കൂടി ജില്ലയിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കാടാങ്കുന്നത്ത് സദാനന്ദന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു, മതിൽ ഇടിഞ്ഞു വീണു. അവിടെ 2 വീടുകൾ വളരെ അപകടാവസ്ഥയിലാണ്. ഏത് സമയവും നിലംപൊത്താം എന്ന നിലയിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. ഒപ്പം കോഴിക്കോട് ചെക്കിയാട്, കോയമ്പ്രത്ത് തുണ്ടിയിൽ ശ്രീധരൻ, ശാന്ത എന്നിവരുടെ വീട്ടിൽ ഇടിമിന്നലിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഒപ്പം വയറുകളും ഒക്കെ കത്തി നശിച്ചു. അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം കടൽക്ഷോഭവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളയിൽ ഹാർബറിൽ വെള്ളം മുങ്ങി ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിട്ടുണ്ട്. വള്ളത്തിൽ കുഞ്ഞാലിമരയ്ക്കർ എന്ന വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളിയായ ഹംസയാണ് മരിച്ചത്. അത്തരത്തിലൊരു അനിഷ്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ അവധി ദിനമായതിനാൽ നിരവധി ആളുകളൊക്കെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ എത്തുന്ന ഒരു സമയമാണ്. പുഴയിലൊന്നും ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുൻകരുതൽ എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈകിട്ടോടുകൂടി വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നിരവധി സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷകാലത്തൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള അപകടവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം താഴ്ന്ന പ്രദേശത്തുള്ള, ഒപ്പം തന്നെ ഈ പുഴയുടെ ഓരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? മഴ തുടരുന്നതുകൊണ്ട് ജില്ലാ ഭരണകൂടം ജില്ലയിൽ മാത്രമായിട്ട് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ ആളുകളെ എവിടെ നിന്നും ഒന്നും മാറ്റി പാർപ്പിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ പുഴയുടെ ഭാഗങ്ങളിലുള്ളവരോടൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ നിന്നും മാറണമെന്നുള്ള ഒരു നിർദ്ദേശം സ്വാഭാവികമായും ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഴയിലൊക്കെ ആളുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പുഴയിലൊന്നും തന്നെ ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം ഇവിടെ കലക്ടർ ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കക്കാടംപൊയിൽ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പുഴയിൽ ഇറങ്ങിയവർ ഇവിടെ മലവെള്ളപ്പാച്ചിൽ പെട്ടെന്നുണ്ടായതോടുകൂടി അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. പിന്നീട് ആളുകൾ എത്തിയാണ് ഇവരെ രക്ഷിക്കുകയും ചെയ്തത്. ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആളുകൾ സ്വാഭാവികമായും ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ അശ്രദ്ധമായി പുഴയിലേക്കൊക്കെ ഇറങ്ങുന്നു എന്നുള്ളത് ആവർത്തിക്കുകയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകരുത്, അവിടെ ശ്രദ്ധിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ജില്ലാ ഭരണകൂടം കൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, നന്ദഗോപാൽ.